നമസ്കാരം. കേരളത്തിൽ ബിജെപിയുടെ ആദ്യ മേയറായി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ മുതൽ കേന്ദ്രമന്ത്രി വരെയുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതായിരുന്നു ചടങ്ങുകൾ. രാജ്യത്തെ ഏറ്റവും വികസിതമായ 3 നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ മാറ്റും എന്നതാണ് പ്രഖ്യാപനം. ഇത് തുടക്കമെന്നും കേരളം പിടിക്കുന്നതിന്റെ ചുവടുവയ്പ്പെന്നും നേതാക്കൾ അവകാശപ്പെടുന്നു. വികസന രേഖ അവതരിപ്പിക്കാൻ ഉടൻ പ്രധാനമന്ത്രി എത്തും. പ്രധാനമന്ത്രിയെ NDA മേയർ വി രാജേഷ് സ്വീകരിക്കും. ഇത് കേരളത്തിലെ മാറ്റത്തിന്റെ തുടക്കമായാണ് BJP കാണുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ 1987 BJP ജയത്തിനോട് തിരുവനന്തപുരത്തെ ജയത്തെ താരതമ്യപ്പെടുത്തി പ്രധാനമന്ത്രിക്കും നേതാക്കൾക്കും പ്രതീക്ഷകൾ ഏറെയാണ്. തെരഞ്ഞെടുപ്പ് കണക്കുകൾ ആശ്വാസകരമല്ലെങ്കിലും പ്രതീക്ഷയുടെ കോട്ടകൾ കെട്ടുകയാണ് BJP. കേരളത്തിനായി വിദ്വേഷം മാറ്റിവെച്ച് വികസന മുദ്രാവാക്യമാണ് പരീക്ഷിക്കുന്നത്. ഈ പരീക്ഷണം വിജയം കാണുമോ? പ്രേക്ഷകർക്ക് സ്വാഗതം. ചർച്ചയിൽ കേണൽ ഡിന്നി BJP പ്രതിനിധി, ശ്രീ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ, വസന്ത തിങ്ങമ്പള്ളി കോൺഗ്രസ് പ്രതിനിധി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ചർച്ചയിൽ നമുക്കൊപ്പം ആദ്യം മേയർ വി രാജേഷ് തന്നെ നേരിട്ട് എത്തുകയാണ്. രാജേഷ്, ആദ്യം തന്നെ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ഇപ്പോ കേൾക്കാം. അതെ രാജേഷ്, ഒരു വലിയ ഉത്തരവാദിത്തമാണ് താങ്കൾക്ക് നിറവേറ്റാനുള്ളത്. എങ്ങനെയാണ് കാണുന്നത്? എല്ലാ പ്രതീക്ഷയും നേതാക്കൾ അർപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ ഈ വിജയത്തിലാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിന് വിജയകരമായി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. നിരവധി സംസ്ഥാനങ്ങൾ, നിരവധി മുനിസിപ്പാലിറ്റികൾ, നിരവധി മുനിസിപ്പൽ കോർപ്പറേഷനുകളൊക്കെ തന്നെ വിജയകരമായി ഭരിച്ച് മുന്നോട്ട് പോകുന്ന മാതൃകകൾ ഞങ്ങളുടെ ഉണ്ട്. അടിസ്ഥാന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ദീർഘകാലാടിസ്ഥാനത്തുള്ള പദ്ധതികൾ എങ്ങനെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാം, ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മാതൃകകളുണ്ട്. നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരു ദേശീയ നേതാവ് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനുണ്ട്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന്റെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളെ കൈപിടിച്ച് വഴികാട്ടുവാനുണ്ട്. ഈ ആത്മവിശ്വാസത്തിനോട് ഞങ്ങൾക്ക് നന്നായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കോർപ്പറേഷൻ നയിക്കാൻ സാധിക്കും. ആഗ്രഹത്തിനനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മുതൽ പ്രചരണ രംഗത്തുടനീളം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വരവാണ്. വികസന രേഖ അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രി എത്തും എന്നതായിരുന്നു നിങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമന്ത്രിയെ മുൻനിർത്തി തന്നെ ആയിരുന്നു പ്രചരണമൊക്കെ. പ്രധാനമന്ത്രി എപ്പോൾ എത്തും? പ്രധാനമന്ത്രി ഞങ്ങൾ പറഞ്ഞത് ഡിസംബർ 13 വോട്ടെണ്ണി, ഡിസംബർ 14 ഡേ 1 മുതൽ 45 ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇനി ഒരു 32 ദിവസത്തിനകം വരേണ്ടതാണ്. അതിന് മുൻപ് എത്തിക്കുവാനുള്ള പരിശ്രമമാണ്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത്. എന്താണ് രാജേഷ് നിങ്ങളുടെ പ്രധാന പ്രയോറിറ്റി? താങ്കൾ ഈ തെരുവുനായ പ്രശ്നം ഒക്കെ ഒരു പ്രയോറിറ്റിയായി ചൂണ്ടിക്കാട്ടുന്നത് കണ്ടു. എന്തിനൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്? നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളായി, ഏറ്റവും ആദ്യം പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങളായി താങ്കൾ കാണുന്നത് എന്തൊക്കെയാണ്? പ്രയോറിറ്റിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളിപ്പോ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനാദ്യം പരിഗണന കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3-4 കാര്യങ്ങൾ, സാമ്പത്തികം, തിരുവനന്തപുരത്തെ സമ്പദ്ഘടന മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സ്പിരിച്വൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം ഉൾപ്പെടെയുള്ള 4 കാര്യങ്ങൾ ഒക്കെ ചെയ്യും. അടിയന്തരമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് കോർപ്പറേഷൻ ചുമതല ഏറ്റതിനു ശേഷം തോന്നിയത് നമുക്ക് കോടിക്കണക്കിന് രൂപ നികുതി പിരിച്ചു കിട്ടാനുണ്ട്. പല സ്ഥാപനങ്ങളും പലരും നികുതി അടയ്ക്കാറുണ്ട്. ബോധപൂർവ്വം അടയ്ക്കാനുള്ളവരുണ്ട്, മറ്റ് ന്യായമായ കേസുകളിൽ പെട്ട് കിടക്കുന്നവരുണ്ട്. അപ്പോൾ ബോധപൂർവ്വം അടയ്ക്കാനുള്ളവർ അങ്ങനെ വിടാൻ പറ്റില്ല. കോർപ്പറേഷൻ കിട്ടാനുള്ള പണം കിട്ടിയേ പറ്റുള്ളൂ. മറ്റൊന്ന്, കേസുകൾ, കോടതിയിൽ നടക്കുന്ന കേസുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. പല കേസുകളും എന്ത് കാരണം കൊണ്ടാണ് ഇത്രത്തോളം താമസിക്കുന്നത്? ഞാനൊരു അഭിഭാഷകനാണ്. ഇത്രത്തോളം കേസുകൾ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും താമസിക്കുന്നത് കോടിക്കണക്കിന് രൂപ കോർപ്പറേഷൻ കിട്ടാൻ കിടക്കുമ്പോൾ ആസ് ഏർലി പോസിബിൾ അത് കളക്ട് ചെയ്തെടുക്കുവാനാണ് ശ്രമിക്കേണ്ടത്. അക്കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അതിന്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അതുപോലെ നമ്മുടെ വാഹനങ്ങൾ കാര്യമായിട്ട് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു വിവരം ഞങ്ങൾക്ക് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ ശരിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ വരുമാനം കൂടുതൽ, കോർപ്പറേഷന് കിട്ടേണ്ട പണം പരമാവധി കളക്ട് ചെയ്തെടുക്കുവാനും നികുതി ചോർച്ച, വരുമാന ചോർച്ച തടയുവാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കും. തീർച്ചയായും അതൊക്കെയാണ് പ്രധാന പ്രയോറിറ്റികളായി NDA കാണുന്നത്, പ്രധാനമായും BJP കാണുന്നത്. രാജേഷ്, ഇവിടെ നോക്കൂ, തലസ്ഥാനം പിടിച്ചു, ഇനി കേരളം, അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്
ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നതാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ന് തന്നെ മാധ്യമങ്ങളോട് പ്രതികരണമായി പറഞ്ഞത്. നേരത്തെ പ്രധാനമന്ത്രി തന്നെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനുമായി തിരുവനന്തപുരം കോർപ്പറേഷനെ ബന്ധിപ്പിച്ച് ആശംസാ സന്ദേശത്തിലൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുജറാത്താണോ കേരളം? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന വോട്ട് കണക്കുകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആ പ്രതീക്ഷയ്ക്കൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? തീർച്ചയായിട്ടും തിരുവനന്തപുരം ഞങ്ങളുടെ സംസ്ഥാനത്തിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് അത് കേരളത്തിൽ പ്രതിഫലിക്കും. ഞങ്ങൾക്കൊരു സ്ഥലത്ത് ഭരണം ലഭിച്ചാൽ ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുന്നതെന്ന് ഞങ്ങൾ തിരുവനന്തപുരം മാതൃകയായി കാണിച്ചു കൊടുക്കും. തിരുവനന്തപുരം മാതൃകയാണ് എന്ന് പറയുമ്പോൾ തന്നെ നോക്കൂ, ആദ്യമായി ഒരു കോർപ്പറേഷൻ പിടിക്കുകയാണ്. കേന്ദ്ര മന്ത്രിയും സംസ്ഥാന അധ്യക്ഷനും ഒക്കെയുണ്ട്, പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഒക്കെ അനുഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യ ദിവസം തന്നെ കല്ലുകടിയാണ്. ശ്രീലേഖ, താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ വന്നതാണ്. വൈസ് ചെയർപേഴ്സൺ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും വോട്ട് ചെയ്ത് അതിനുശേഷം ആ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രീലേഖ പുറത്തു പോകുന്നു. വലിയ അതൃപ്തി അവർക്കുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ഉച്ചവരെ ഉറപ്പിച്ച മേയർ സ്ഥാനമാണല്ലോ താങ്കൾ തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വലിയ അതൃപ്തി ഉണ്ടെന്ന് പറയുന്നു. ഇതൊരു കല്ലുകടിയാകുമോ? അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ വാർത്തകൾ വെറുതെ കൊടുക്കുന്നത്. ഓക്കെ, വി വി രാജേഷാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം ഏതായാലും ശ്രീലേഖയോട് കാര്യം ചോദിച്ചപ്പോൾ തന്നെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വളരെ നന്ദി വി രാജേഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ നമുക്കൊപ്പം മറ്റ് പാനലിസ്റ്റുകൾ ചേരുകയാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ BJP ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ വലിയ മനക്കോട്ട കെട്ടുകയാണ്. ആ ഘട്ടത്തിൽ അവർക്ക് നഷ്ടമുണ്ടായിട്ടില്ല, കുറച്ച് നേട്ടമുണ്ടായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നതായിരുന്നു കണക്കുകൾ. അവരെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ നേടുക എന്നത് വലിയ ഒരു നേട്ടമായി തന്നെ കാണുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഹമ്മദാബാദിന്റെ ഉദാഹരണം അവർ എടുക്കുന്നു. അതിന് സമാനമായി ഒരു കാര്യമായി തിരുവനന്തപുരത്തെ ഈ നേട്ടത്തെയും കാണുന്നു. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ കണക്കുകളിലേക്ക് വരുമ്പോൾ വോട്ട് ശതമാനത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. 14.71% അവരുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് യഥാർത്ഥത്തിലുള്ള കണക്ക്. അപ്പോൾ കൊട്ടിഘോഷിച്ചതിനപ്പുറം വലിയ പ്രതീക്ഷകൾ ഇതിൽ ഇനി വേണമോ? രേണുക, ഓരോ തെരഞ്ഞെടുപ്പിനെയും ഓരോ പ്രത്യേക സാഹചര്യത്തിൽ വേണം വിലയിരുത്തേണ്ടത്. കേരളത്തിലെ പ്രബുദ്ധരായ സംവിധായകർ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇഷ്യൂസ് വേറെയാണ്, അവിടെ ഒരു കേന്ദ്ര ഭരണത്തെ തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കേന്ദ്രത്തിൽ ഭരണത്തിലെത്താൻ സാധ്യതയുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഗൗരവപൂർവ്വം കേരളത്തിലെ ജനങ്ങളും എടുത്തതുകൊണ്ടാണ് ഒരുപക്ഷെ 19.87 എന്ന ഒരു സാമാന്യം ഹെൽത്തി പെർസെൻറ്റേജ്, അതോ 20% എന്നൊക്കെ പറയുന്ന ഒരു ടേണിംഗ് പോയിൻ്റാണ്. അവിടെ നിന്നും 25% വളരണം എന്നാണ് ശ്രീ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന നേതാക്കളോട് ഗുണദോഷിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതവിടെ നിൽക്കട്ടെ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമാണ്. ഇവിടെ തദ്ദേശത്തിലെ BJPയുടെ തിരുവനന്തപുരത്തെ അഡ്വാൻറ്റേജ്, BJP മുഖ്യ പ്രതിപക്ഷം ആയിരുന്നു. അത് UDF അല്ല, LDF ഭരണപക്ഷവും BJP 34 സീറ്റുകളുമായി മുഖ്യ പ്രതിപക്ഷവുമായിരുന്നു. സ്വാഭാവികമായി എ ഗവൺമെൻറ് ഇൻ വെയിറ്റിംഗ് അല്ലെങ്കിൽ ഷാഡോ ക്യാബിനറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലായിരുന്നു തിരുവനന്തപുരത്തെ അവസ്ഥ. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷത്തെ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്താൻ ഏറ്റവും സാധ്യത ഉണ്ടായിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അതിൻ്റെ പ്രയോജനം തിരുവനന്തപുരം നഗരത്തിൽ ലഭിച്ചു. ആദ്യം മുതൽ തന്നെ ഉണ്ടായ ജൈവികമായ ഒരു വളർച്ച 1980 BJPയുടെ രൂപീകരണ കാലം മുതൽ ഉണ്ടായ ക്രമാനുഗതമായ വളർച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായി. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായും ഉണ്ടായി. ആദ്യമായി കേരളത്തിൽ നിയമസഭയിലേക്ക് താമര വിരിയുന്നത് നേമത്താണ്. അത് രാജഗോപാൽ, അത് വലിയ അഭിമാനകരമായ നിമിഷങ്ങളാണ്. ഈ മൂന്ന് നിർണായകമായ അഭിമാന നിമിഷങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചരിത്രപരമായി ഉണ്ടായിട്ടുള്ളൂ. ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങൾ അതിലൊന്ന് ഈ നേമത്ത് താമര വിരിച്ചതാണ്. 2 ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി അഭിമാനകരമായ വിജയം കൈവരിച്ചതാണ്. മൂന്നാമത്തേത് ഇപ്പോൾ ഇതാ തിരുവനന്തപുരം ആദ്യമായി പ്രഥമമായി കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരികയാണ്. NDA എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ കോർപ്പറേറ്റേഴ്സും BJP അംഗങ്ങൾ തന്നെയാണ്. ഇതിലെ വ്യത്യാസം സുരേഷ് ഗോപിയുടെ വിജയത്തെയോ ശ്രീ രാജഗോപാലിൻ്റെ വിജയത്തെയോ തുച്ഛീകരിച്ച് കാണാനല്ല ഈ പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ BJPയുടെ വിജയം
ഒരു രാഷ്ട്രീയ വിജയമാണ്. സുരേഷ് ഗോപിയുടേത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വിജയമാണ് എന്ന് പറയാനാവില്ല. BJPയുടെ വിജയത്തോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ കാരിസ്മ പ്രവർത്തിച്ചു. അതുപോലെ നേമത്തെ ശ്രീ O രാജഗോപാലിൻ്റെ വിജയം, രാജേട്ടൻ, സ്നേഹപൂർവ്വം തിരുവനന്തപുരക്കാരൻ വിളിക്കുന്ന രാജേട്ടൻ എന്ന വ്യക്തി പിടിച്ച ഒരു വോട്ട്, അദ്ദേഹത്തോടുള്ള ഒരുപാട് സഹതാപം എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ BJP നേടിയെടുത്ത വിജയമാണ്. അതുകൊണ്ടാണ് BJPക്ക് ഇത് വളരെ മൂല്യമുള്ള ഒരു വിജയമായി അതിനെ കാണുന്നത്. എന്തെല്ലാം പടലപിണക്കങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടായാലും ശ്രീലേഖ IPSന് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി കാണാം. അത് പരിഹരിക്കുന്നതിന് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതെ രമ്യമായി പരിഹരിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പക്വതയും മിടുക്കും BJPയുടെ നേതൃത്വം കാട്ടി. കോൺഗ്രസിന് സംഭവിച്ചതുപോലെ എറണാകുളത്തെ ഒരുപാട് അസ്വസ്ഥകരമായ വാക്കുകൾ വെളിയിൽ വന്നു. തൃശ്ശൂർ തീരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു ഈ പദവി ആഗ്രഹിച്ച നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. അതുപോലെയുള്ള ഒന്നും തന്നെ തിരുവനന്തപുരത്ത് വന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ രീതിയിലുള്ള ഫയർ ഫൈറ്റിംഗ് അവിടെ നടത്തി, അത് ഫലപ്രദമായി നടത്തി. ഇവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ലഭിച്ച മാൻഡേറ്റ്, അത് കേരളത്തിലാകമാനം ലഭിച്ചത് 14.71% എക്രോസ് ദ ഫ്രോണ്ടിയർ. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ 21.7% പോപ്പുലർ വോട്ട് BJPക്ക്, അത് NDAക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്പെഷ്യൽ കേസായി കാണണം. 25% വോട്ടാണ് കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ BJPക്ക് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു വിന്നബിലിറ്റി എവിടെയാണോ ഉള്ളത്, LDFനെയോ അല്ലെങ്കിൽ മസ്റ്റ് ഡിഫീറ്റ് കക്ഷി ഏതാണോ അതിനെ ഡിഫീറ്റ് ചെയ്യാൻ എവിടെയെല്ലാം BJP ഉണ്ടോ അവിടെ BJPക്ക് വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മാൻഡേറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരമണ്ഡലങ്ങളായ വട്ടിയൂർക്കാവ്, നേമം, അതുപോലെ തന്നെ കഴക്കൂട്ടം, ഈ 3 മണ്ഡലങ്ങളിലെങ്കിലും ന്യായമായ വിജയ പ്രതീക്ഷ BJPക്കുണ്ട്. അതുപോലെ BJPയുടെ സമുന്നതരായ നേതാക്കൾ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ആഗ്രഹം പറഞ്ഞു. ശ്രീ V മുരളീധരൻ എത്രയോ കാലമായി കഴക്കൂട്ടം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് തന്നെ അവിടെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം അവിടെ വിട്ടുപോയിട്ടില്ല. അതുപോലെ തന്നെ IG ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വട്ടിയൂർക്കാവ് ഓഫർ ചെയ്യുന്നു എന്ന് ഇൻഫോർമൽ സംസാരമുണ്ട്. അതുപോലെ തന്നെ നിയമം രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു എന്ന് വ്യക്തമായി അദ്ദേഹം തന്നെ സൂചന നൽകി. അതുകൊണ്ട് BJPക്ക് ജൈവികമായി തിരുവനന്തപുരത്തുള്ള വളർച്ചയെ ഒരു 2-3 നിയമസഭാ സീറ്റുകളായി മാറ്റുകയും അതിനെ ഹബ്ബായി എടുത്തുകൊണ്ട് കേരളത്തിലാകമാനം ഗ്രാമപ്രദേശങ്ങളിലേക്ക് വേണ്ട രീതിയിൽ വിന്യസിക്കാൻ BJPക്ക് തദ്ദേശം അനുസരിച്ച് കഴിഞ്ഞില്ല. ആകെ 14% വോട്ടാണ് ലഭിച്ചത്. അതിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ, അത് ഗ്രാമമേഖലകൾ ഉൾപ്പെടെയുണ്ട്, അവിടേക്ക് സ്വാധീനം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിൻ്റെ പുറത്തേക്ക് കാര്യമായ സ്വാധീനം വ്യാപിപ്പിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് എന്തായാലും ഇവിടെ NDA ഭരണം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നതുകൂടി കാണണം. നമ്മൾ LDFന്റെ പ്രതിനിധിയെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. നിർഭാഗ്യവശാൽ ലഭ്യമായിട്ടില്ല. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അതിഥിയെ തരാതിരിക്കുകയാണ് AKG സെന്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് LDF പ്രതിനിധി ഇല്ല ഈ ചർച്ചയിൽ. കോൺഗ്രസ് പ്രതിനിധി വസന്ത് തെങ്ങുംപള്ളിയാണ് നമുക്കൊപ്പം ചേരുന്നത് ഇപ്പോൾ. വസന്ത്, നോക്കൂ, ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ട് ഇത്തവണ. കഴിഞ്ഞ 2 ടേം പ്രതിപക്ഷത്തിരുന്നിട്ട് ആണ് BJPയും NDAയും ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്നത്. അവരെ സംബന്ധിച്ച് വികസനം ഒരു മുദ്രാവാക്യമാക്കി തിരുവനന്തപുരം നഗരത്തെ അഡ്രസ്സ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുടെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മേയറായി ചുമതലയേറ്റ VV രാജേഷും അതുതന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിൽ 101 അംഗങ്ങളുടെയും പിന്തുണ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നതാണ് VV രാജേഷ് പറഞ്ഞത്. കോൺഗ്രസ് ഇന്ന് ആദ്യം വോട്ടെടുപ്പിൽ ആകെയുള്ള അംഗങ്ങളുടെ 2 വോട്ട് അസാധുവായി പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന വോട്ടെടുപ്പിൽ അത് പരിഹരിച്ചുവെങ്കിൽ പോലും എങ്ങനെയാണ് തലസ്ഥാന ഭരണത്തോട് നിങ്ങൾ യോജിക്കാൻ പോകുന്നത്? NDA ആദ്യമായി ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ NDAക്ക് പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ നൽകുന്ന പിന്തുണ എങ്ങനെയായിരിക്കും? അല്ല, പ്രതിപക്ഷത്തിരുന്ന് NDAക്ക് പിന്തുണ നൽകിയത് കോൺഗ്രസിന്റെ പണിയല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് വികസന കാര്യങ്ങളിൽ അത് NDA ആണെങ്കിലും LDF ആണെങ്കിലും ഇനി ഏതെങ്കിലും സ്വതന്ത്ര പാർട്ടി ആണെങ്കിൽ പോലും ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള കാലത്ത് വികസന കാര്യങ്ങളിൽ വളരെ നിസ്വാർത്ഥമായ യാതൊരു തരത്തിലുള്ള
ഉപാധികളും ഇല്ലാത്ത പിന്തുണ എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട്. അത് LDF ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോഴും അത് നൽകിയിട്ടുണ്ട്. അത് വിവിധ വിഷയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ സസൂക്ഷ്മം, വളരെ വിജിലന്റായി സർവലയൻസ്, ഞങ്ങളുടെ ഒരു ഒപ്പോസിഷൻ സർവലയൻസ് എന്നതിനെ പറയാം, അത് ഈ ഭരണസമിതിയുടെ മേലുണ്ടാവും. അവർക്ക് എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായാൽ അത് ജനമധ്യത്തിൽ ചൂണ്ടിക്കാണിക്കാനും അത് ചോദ്യം ചെയ്യാനും UDF അവിടെ ഉണ്ടാകും എന്നതിൽ സംശയം വേണ്ട. ഇന്നിപ്പോ നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയ CPM-നെ പോലെയല്ല. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ ചർച്ചയിൽ CPM പ്രതിനിധി വന്നാൽ രേണു അടക്കം ചോദിക്കേണ്ടി വരും. ഇനി രേണു ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കും. NDAക്ക് ഈ ഭരണം താലത്തിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തതിൽ താലം പിടിച്ചത് ഇവരുടെ പഴയ മേയർ ഊട്ടിയാണ്. ആ മേയർ ഊട്ടി NDAക്ക് ഭരണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. ഇന്ന് VV രാജേഷ് ഞങ്ങൾ 101 പേരും ഒരുമിച്ച് പോകുമെന്ന് പറയുമ്പോ ആ മുൻ മേയറിനാണ് ഏറ്റവും കൂടുതൽ നന്ദി NDA പറയേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഭയന്ന് അവരൊളിച്ചോടുന്നത് പോലെ ഞങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചോടാനോ. മുഖ്യമന്ത്രി ഉൾപ്പെടെ തിരുവനന്തപുരത്ത് പരാജയത്തെ പറയുമ്പോൾ അവർ നിസ്സാര വോട്ടുകൾക്കാണ് പിന്നോട്ട് പോയിട്ടുള്ളത് എന്നതാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വസന്തം കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ല, അത് അവർക്ക് അങ്ങനെ പറയാലോ. അപ്പൊ ഞങ്ങൾ എത്രയോ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. നോക്കൂ, NDA സംബന്ധിച്ച് NDA അവിടെ കോർപ്പറേഷന്റെ അധികാരത്തിൽ വരുന്നു, ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയാണ്. നല്ല കാര്യം, അത് ആര് വന്നാലും നല്ല കാര്യമാണ്. പക്ഷേ കേരളത്തിൽ ഇന്ന് NDAയുടെ കോർപ്പറേഷൻ മാത്രമല്ല കേട്ടോ സത്യപ്രതിജ്ഞ ചെയ്ത്. കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്. UDF-ന്റെ ഭാഗമായി വിവിധ കോർപ്പറേഷനുകളിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഏതെങ്കിലും ഒരു മേയർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങോട്ട് വിളിച്ച് അദ്ദേഹത്തിന്റെ പിന്തുണ തേടേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടില്ല കേട്ടോ. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്നേഹോഷ്മളമായ പിന്തുണ, സ്നേഹോഷ്മളമായ അഭിനന്ദനങ്ങൾ, ആ അഭിനന്ദനത്തിൽ അഭിരമിക്കാൻ തക്കവണ്ണത്തിലുള്ള ഒരു അഭിനന്ദനം പറയാന്നേ UDF-ന്റെ ഒരു മേയർക്കും കിട്ടിയിട്ടില്ല. LDF മേയർമാർക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണ് അവരാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? CM-നെ വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് വിളിക്കണമെന്ന് തോന്നിയില്ല. എന്തിനാ CM-നെ വിളിക്കുന്നത്? ഞങ്ങൾ ജയിച്ചു വന്ന കോർപ്പറേഷനിൽ മേയറിന്റെ പ്രോട്ടോകോൾ പദവി അറിയാമോ? അപ്പൊ അത് വിളിക്കണേ അല്ല, ക്യാബിനറ്റ് റാങ്കിന് തുല്യമാണ് മേയറിന്റെ പ്രോട്ടോകോൾ പദവി. എന്തിനാ മുഖ്യമന്ത്രി വിളിക്കുന്നത്? അതൊരു സാമാന്യ മര്യാദയുള്ളൂ. ഒരാൾ വിളിച്ച് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അഭിനന്ദിക്കുക എന്നത് ഒരു സ്വാഭാവിക പ്രതികരണമല്ലേ? നമ്മൾ വിജയപരാജയങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രിയായാലും മുഖാമുഖം വന്നാൽ അവരുടെ രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് സാമാന്യ മര്യാദയാണോ അതോ രാഷ്ട്രീയ നന്ദിയാണോ പ്രത്യുപകാരമാണോ എന്നുള്ളതൊക്കെ കേരള രാഷ്ട്രീയം വിലയിരുത്തി അടുത്ത തവണ ജനം വോട്ട് ചെയ്യുമ്പോൾ അത് പ്രതിഫലിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, LDF-ന്റെ മേയർമാർ ആരെങ്കിലും വിളിച്ചോ? അവർക്ക് ആർക്കെങ്കിലും ഈ അഭിനന്ദനം കിട്ടിയിട്ടുണ്ടോ മുമ്പെങ്കിലും? ഇല്ലല്ലോ. അപ്പൊ എന്തിനാണ് ഈ വിളിച്ചത് എന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. ഇനി വിളിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് അഭിനന്ദനം പറയേണ്ട കാര്യം. അവസാന ചോദ്യമായി എന്തായാലും VV രാജേഷിനോട് അത് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ VV രാജേഷ് ശ്രീലേഖയിലേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിപ്പിച്ച് പോവുകയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായി ഇന്ന് തിരക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും അത് ചോദിച്ചേനെ. ഒരു 10 സെക്കൻഡ് കൂടി ആഡ് ചെയ്തോട്ടെ. അതായത് NDAയുടെ കോർപ്പറേഷൻ വിജയം, നമ്മളത് അവരെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കാണേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ വിജയത്തിലെത്തുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ് അതിൽ വളരെ സൈലന്റ്ലി അത് പറഞ്ഞുപോയി. അതായത് ജില്ലാ പഞ്ചായത്തിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കണം. അവിടെ LDF വേഴ്സസ് UDF തന്നെയാണ് മത്സരം ഉണ്ടായത്. വിവിധയിടങ്ങളിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ജില്ലാ പഞ്ചായത്തിൽ കാണിക്കാൻ സാധിച്ചു. പക്ഷേ കോർപ്പറേഷനിലേക്ക് എത്തിയപ്പോൾ ജനം ഈ ആന്റി ഇൻകൺവെൻസി വോട്ടാണ് കോർപ്പറേഷനിൽ വളരെ കാര്യമായി വർക്ക് ചെയ്തത്. ഈ ആന്റി ഇൻകൺവെൻസി വോട്ടിന്റെ ഒരു പ്രത്യേകത, രേണുവിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, രേണു എത്രയോ സീനിയറായ മാധ്യമപ്രവർത്തക, അത് സെക്കൻഡ് പൊസിഷനിലുള്ള പാർട്ടി ഏതാണോ അവിടേക്കാണ് ആദ്യം ഫ്ലോ അപ്പ് ചെയ്യുക ആണല്ലോ. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ആ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത് BJP ആണ്. അപ്പൊ ആ BJP-യിലേക്ക് ആ വോട്ട് ചെന്നെത്തിയത് ആ കോർപ്പറേഷനിലെ ഗവൺമെന്റിനെതിരായ വലിയ ആന്റി ഇൻകൺവെൻസി, അതിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരായ വലിയ ആന്റി ഇൻകൺവെൻസി വോട്ടിന്റെ ഒരു ഫ്ലോ, ഒരു വലിയ കുത്തൊഴുക്ക് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അടക്കമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കോർപ്പറേഷനിൽ ആര് ജയിച്ചത്? BJP ജയിച്ചത്. സെക്കൻഡ് പാർട്ടി ആയിരുന്നു അവരുടെ സെക്കൻഡ് ഓപ്ഷൻ. ആ കോർപ്പറേഷനിലെ ജനതയെ സംബന്ധിച്ച് BJP ആയിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അവിടെ LDF ജയിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം പോലും BJP ക്യാമ്പിൽ നിന്ന് അവിടെ ഉണ്ടായി. അപ്പോഴാണ് ഒരു തരത്തിലും LDF വരാൻ പാടില്ല എന്ന് തീരുമാനിച്ച അവിടുത്തെ ജനത BJP വോട്ട് ചെയ്യുന്നത്. പക്ഷെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നോക്കൂ, ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാവുന്നത് വളരെ ഓപ്പൺ ഫൈറ്റ് പൊളിറ്റിക്കൽ വോട്ടിംഗ് ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ തൃശ്ശൂരിൽ എത്രയോ വലിയ വോട്ട് ചോർച്ചയാണ് BJP ഉണ്ടായത്. അപ്പൊ ഇവർ പറയാണ്
തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, ഞങ്ങൾ അഹമ്മദാബാദ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പിടിച്ചതുപോലെ ഇതാ കേരളം പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതിനു മുമ്പ് എന്തോ 34 സീറ്റാണ് കിട്ടിയ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിൽ പറന്ന് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് പാലക്കാടും ഒക്കെ പോയി മത്സരിച്ച ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കേരളത്തിലെ ബി ജെ പിക്കാരോട് അവർക്ക് വോട്ട് കിട്ടി നല്ല കാര്യം, അവർ കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നു നല്ല കാര്യം, അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ എടുത്തിയാടി വർത്തമാനം പറയുമ്പോൾ പൊടിക്കണ്ട അടങ്ങ് ബ്രോ എന്നേ പറയാനുള്ളൂ. ശരി, ഷിഡിനി, ആദ്യ ദിവസത്തെ വിവാദം ഫോൺ വിളിയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരമാണോ എന്നതാണ് നമ്മളുടെ പാനലിസ്റ്റായ വസന്ത് തെങ്ങുംപള്ളി ചോദിച്ചത്. അതിൽ പിന്നീട് ക്ലാരിഫിക്കേഷൻ വന്നു. മുഖ്യമന്ത്രിയെ ആദ്യം രാജേഷ് ബന്ധപ്പെട്ടിരുന്നു. അത് ആ സമയത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തിരിച്ചു വിളിച്ച് കണക്ട് ചെയ്ത് മുഖ്യമന്ത്രിക്ക് സംസാരിക്കുകയായിരുന്നു എന്നതാണ് അതിലെ വ്യക്തത. അതിനപ്പുറമുള്ള ഈ ആരോപണങ്ങൾക്ക് മറുപടിയുണ്ടോ? നോക്കൂ മാഡം, ഇതിനകത്ത് ഇതൊക്കെ വളരെ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു മുഖ്യമന്ത്രിയും ഒരു മേയറും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിയത്തില്ല. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു നമ്മുടെ തന്നെ ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ലായിരുന്നു, പ്രധാനമന്ത്രിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ചായ കുടിക്കുന്നതൊക്കെ ചെയ്തു. എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. അതിനൊക്കെ രാഷ്ട്രീയം കാണുന്നത് സത്യം പറഞ്ഞാൽ അതൊരു നമ്മുടെ രാഷ്ട്രീയം മാറേണ്ടിയിരിക്കുന്നു എന്നും കൂടി കാണുന്നൊരു സൂചനയാണ്. കാരണം അതിന്റെയൊക്കെ അപ്പുറം ആളുകൾ അങ്ങനത്തെ ഒരു ചിന്ത. 6 കോർപ്പറേഷനുകളിൽ മേയർമാർ ഇന്ന് ചുമതല ഏറ്റെടുത്തു. രാജേഷ് അല്ലാണ്ട് ആരും വിളിക്കുകയോ സംസാരിക്കുകയോ അതിന്റെ കാരണം എന്താണ്? നമ്മൾ ഇന്നിപ്പോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ട്രിവാൻഡ്രം എന്ന് പറയുന്നത്, തിരുവനന്തപുരം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. തലസ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ അസംബ്ലി ഇരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഓഫീസുകളും എല്ലാം തന്നെ തലസ്ഥാന നഗരത്തിലാണ്. അപ്പൊ തലസ്ഥാനം എന്ന് പറയുമ്പോൾ മറ്റുള്ള ഇപ്പൊ ഞാൻ കൊല്ലത്തിരിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് ഇവിടെ ശ്രീ AK ഹഫീസാണ്, കോൺഗ്രസിന്റെ അദ്ദേഹമാണ് മേയർ ആയിട്ടുള്ളത്. അദ്ദേഹം പോലുള്ള ഒരു സെയിം ഒരു ലൈം ലൈറ്റും സെയിം ഇമ്പോർട്ടൻസും തിരുവനന്തപുരത്ത് കിട്ടും? ഇല്ല. അതിന് തിരുവനന്തപുരം ഒരു ക്യാപിറ്റൽ സിറ്റിക്ക് അത് കിട്ടും. ഇപ്പൊ നമ്മൾ ഡൽഹി എന്തുകൊണ്ടാണ് നമ്മൾ ഡൽഹിയെ കുറിച്ച് പറയുന്നത്? എത്രയോ സംസ്ഥാനങ്ങളുണ്ട്, പക്ഷെ ഡൽഹിയെ കുറിച്ച് മാത്രം എന്താണ്? അത് ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു വളരെ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് അങ്ങോട്ട് വിളിച്ചത് അതിനപ്പുറം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പൊ നോക്കൂ, ഈ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതുപോലത്തുള്ള ആരോപണം മാറി കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് വരിക. കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം ചെയ്യുക, അതുപോലെ ഒരു വിമർശനവും വരണം. അതല്ലാതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാതെ ഒരു പൊളിറ്റിക്സിനെ ഒരു മാറ്റം കൊണ്ടുവരേണ്ട ആദ്യ സൂചന തന്നെയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ ഒരു ഭാരതീയ ജനതാ പാർട്ടി NDAയുടെ ഒരു മേയറും അതുപോലെ തന്നെ NDAയുടെ കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് വരുന്നത്. ഇപ്പൊ നോക്കൂ, നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് വസന്ത് അദ്ദേഹം ലാസ്റ്റിൽ പറഞ്ഞത്, അതായത് നമ്മൾ എന്തൊക്കെയോ ഇതിന് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഒന്ന് അടങ്ങ് ബ്രോ എന്നൊക്കെയുള്ള രീതിയിൽ. നോക്കൂ, 1984 ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. അത് 84 കഴിഞ്ഞിട്ട് വന്നത്. അപ്പൊ അന്ന് വളരെ 400 അടുപ്പിച്ചുള്ള സീറ്റ്, 400 മുകളിലുള്ള സീറ്റ് ഉണ്ടായ സമയത്ത് BJPക്ക് 2 സീറ്റേ ഉള്ളായിരുന്നു. അന്നൊരു കളിയാക്കൽ ഉണ്ടായിരുന്നു, ഹം ദോ ഹമാരേ ദോ. അതായത് ഈ കുടുംബാസൂത്രണ ഭാരമായിട്ട് ഞങ്ങൾ 2 നമുക്ക് 2 എന്നുള്ളത്. അതായത് 2 സീറ്റ് ഉള്ളപ്പം കളിയാക്കിയിരുന്നു. ഹം ദോ ഹമാരേ ദോ എന്നുള്ള രീതിയിലായിരുന്നു. ഹം ദോ ഹമാരേ ദോ എന്ന് നോക്കൂ ഇപ്പൊ എവിടെ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി നിൽക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ 1980 അടൽ ബിഹാരി വാജ്പേയി അന്ന് വളരെ ഒരു ഫേമസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ കാർമേഘം മാറും, സൂര്യൻ ഉദിക്കും, ഈ താമര വിരിയും എന്ന് അദ്ദേഹം പറഞ്ഞു 80. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുള്ള നമ്മൾ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ചാടി നേടുന്ന ഒരു കാര്യമല്ല. അത് നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു, അത് ഓർഗാനിക് ആയിട്ട് പതുക്കെ ഇൻക്രിമെന്റൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അതിന്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ അവിടെ ഓപ്പോസിഷനിൽ ഇരുന്നാണ്. ഈ പ്രാവശ്യം അഡ്വക്കേറ്റ് വസന്ത് പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയാണ്. അതൊരു ആന്റി ഇൻകംബൻസി വോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിലുപരി ഇന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റൂ. അതാണ് സത്യം പറഞ്ഞ LDF ഗവൺമെന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് പോയത്. ഈ 10 വർഷമായിട്ട് അവർ ഭരിച്ച് അവരുടെ ആ ഒരു അവസ്ഥ ഇന്ന് എങ്ങനെയാണെന്നുള്ളത് ആളുകൾ കണ്ട് മടുത്ത് അതിനെ മാറ്റം കൊണ്ടുവരാമെന്ന് ഉള്ള രീതിയിലേക്ക്, അതായത് ഏത് രീതിയിലാണോ മറ്റ് സംസ്ഥാനങ്ങളിൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. നോക്കൂ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഇവിടെ UDFും LDFും BJP അധികാരത്തിൽ വന്നാൽ ഭയക്കുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും വരാനുള്ള സാധ്യത അത്രയും കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൂടുന്നത്? കാരണം ജനങ്ങള് ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള ഡയറക്റ്റ് ആയിട്ട് ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അവിടാണ് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. പക്ഷേ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി കേരളത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടോ?
പന്തളത്ത് കഴിഞ്ഞ തവണ ജയിച്ചു. എന്തുകൊണ്ടാണ് ഇത്തവണ പന്തളം നഷ്ടമായത്? പാലക്കാട് കഴിഞ്ഞ 2 തവണയായി വിജയിച്ച പാലക്കാട് എന്തുകൊണ്ടാണ് ഇത്തവണ കേവല ഭൂരിപക്ഷം എന്നത് ഉറപ്പിക്കാൻ കഴിയാതെ പോയത്? ആ ഒരു കൺസിസ്റ്റൻസി എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിങ്ങൾക്ക് വലിയ ആവേശകരമായ വിജയമുണ്ടായി. എന്തുകൊണ്ടാണ് അതിന്റെ ഒരു തുടർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതെ പോയത്? നോക്കൂ മാഡം നേരത്തെ പറഞ്ഞ പോലെ യു ആർ എ വെരി സീനിയർ ജേർണലിസ്റ്റ്. നോക്കൂ, ലോക്സഭയുടെ ഇലക്ഷനെ പോലെ അല്ല പാറ്റേൺ ലോക്കൽ ബോഡി ഇലക്ഷൻസ്. ഇനി ലോക്കൽ ബോഡി ഇലക്ഷൻസിന്റെ പാറ്റേൺ അല്ല അടുത്ത വരുന്ന അസംബ്ലി ഇലക്ഷൻ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കഴിഞ്ഞ തവണ അധികാരം കിട്ടിയിടത്ത് നിങ്ങൾ ഈ രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായി നിങ്ങൾക്കൊരു ഭരണ തുടർച്ചയുണ്ടാകണമല്ലോ. അതുണ്ടായില്ലല്ലോ. അത് വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രവുമല്ല, കയ്യിലിരുന്നത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായില്ലേ? ഇല്ല, ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല. ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ അതൊരു ഭരണമാണ്. ഇനി ആ 5 വർഷം കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യം ശരിയാണോ അല്ലേന്ന് നമുക്ക് കാണാം. ശരിയാണ്, ചില പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ചില മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ വന്നു, അതിനകത്ത് ചില ഇഷ്യൂസ് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ല, ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. ചില പാഠങ്ങൾ പഠിച്ച് പതുക്കെ അത് മാറ്റിയെടുത്തുകൊണ്ട് വരുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതാണ് അഹമ്മദാബാദിന്റെ ഇമ്പോർട്ടൻസ്. അഹമ്മദാബാദൊക്കെ ജയിച്ച് വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ടല്ല ഗുജറാത്ത് ഇപ്പോഴും നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഭരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇൻക്രിമെന്റൽ ഗ്രോത്ത് ആണ്. ആ ഇൻക്രിമെന്റൽ ഗ്രോത്തിൽ ധാരാളം പാഠങ്ങൾ പഠിച്ചും, അതായത് വേണ്ട ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുവന്നും, ധാരാളം പുതിയ ആളുകളെ കൊണ്ടുവന്നും, ലീഡർഷിപ്പിൽ മാറ്റം വേണോ, സ്ട്രാറ്റജിയിൽ മാറ്റം വേണോ, ഏത് രീതിയിലാണോ മാറ്റം കൊണ്ടുവന്ന് ആളുകളെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഫക്ട് ചെയ്യാൻ പറ്റും, അവരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് 3ാം ടേം സെൻട്രൽ ഗവൺമെന്റും മറ്റ് സംസ്ഥാനങ്ങളും വരുന്നത്. അതാണ് ഈ ഒരു BJPയുടെ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ഭരണം. അത് കഴിഞ്ഞിട്ട് മാഡം പറയുന്ന ഓഡിറ്റ് അത് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ശരി, എന്തായാലും തിരുവനന്തപുരത്ത് ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ പോലും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി എനിക്ക് ലഭിച്ചില്ല എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15% ഉണ്ടായിരുന്ന വോട്ട് ഷെയറാണ് ഇപ്പോൾ 14.71 കുറഞ്ഞിരിക്കുന്നത്. താഴേക്കാണ് വോട്ട് ഷെയർ പോയിരിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം. ലോക്സഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ 20% അടുത്തോട്ടുണ്ടായിരുന്നത് 14.71% കുറയുന്ന സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ചില നേട്ടങ്ങൾ ഇപ്പോൾ തൃപ്പൂണിത്തുറ പിടിച്ചു, പന്തളം നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ ചില മാറ്റങ്ങളും പിടിച്ചു നിൽക്കാനുള്ള നിങ്ങൾക്ക് പറയാനുള്ള ചില സാഹചര്യങ്ങളും ഉണ്ടായി എന്നതിനപ്പുറം വലിയ നേട്ടം ഉണ്ടായിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് കണക്കുകളിൽ നിന്ന്. ശരി, കണക്കുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാമല്ലോ. കണക്കുകൾ വെച്ച് ഒറ്റ പോയിന്റ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഓഫ് വോട്ട്സ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? CPM-നല്ലേ? CPM-ന്റെ ഒരു കളക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ അവരുടെ വോട്ട് ഷെയറിൽ എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട്. കോൺഗ്രസിനാണ് ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിനാണ് വോട്ട് ഷെയർ കൂടുതലുള്ളത്. പക്ഷെ CPM-നെ കാട്ടിയും അത്ര വേരിയേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എത്ര നമ്പർ ഓഫ് സീറ്റ്സ് എത്രയാണ് അവർക്ക് പോയിരിക്കുന്നത്, കോർപ്പറേഷൻ എത്രയാണ് പോയിരിക്കുന്നത്, പഞ്ചായത്ത് എത്രയാണ് പോയിരുന്നത്, അത് ഈ പെർസെന്റേജ് വേഴ്സസ് സീറ്റ്സ് അതൊരു ഡിബേറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ. സീറ്റ് വൈസ് നോക്കിയാലും നിങ്ങൾക്ക് വലിയ നേട്ടമില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വലിയ നേട്ടം അവകാശപ്പെടാനില്ല. നിങ്ങളുടെ പ്രഡിക്ഷൻ, നിങ്ങൾ 25% വോട്ടും ഞങ്ങളുടെ ടാർഗറ്റ് 25% ആണ്. നമ്മൾ എപ്പോഴും അച്ചീവ് ചെയ്യുന്നത് എയിം പ്ലസ് ആണ്. അപ്പൊ എയിം പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമേ എയിം കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. 25%. ശരി, എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞത് പഠിക്കും, എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. സമുദായം തിരിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് പഠിക്കാൻ BJP തീരുമാനിച്ചിരിക്കുമ്പോൾ അതിൽ നമ്മൾ ഇനി തർക്കിച്ചിട്ട് കാര്യമില്ല. ആരാണ് പറയുന്നത് പഠിക്കുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഓരോ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷെ മാഡം പറയുന്ന കേട്ടാൽ ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ഇല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. നിങ്ങൾ വിചാരിച്ചടുത്ത് വരെ വോട്ട് ഷെയർ ആയാലും റിസൾട്ട് ആയാലും എത്തിയിട്ടില്ലെന്ന ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ട്. അതൊരു ഡിബേറ്റബിൾ പോയിന്റ് അല്ല. നിങ്ങൾ തന്നെ ആ ബോധ്യത്തിൽ നിന്ന് ഇനിയും വർക്ക് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ തുടർച്ചയായി അത്തരം അധ്വാനം കേരളത്തിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് പയ്യെങ്കിലും ഒരു ഗ്രോത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കിട്ടുന്നു. തിരുവനന്തപുരം അബ്സല്യൂട്ട്ലി അതിനൊരു കാരണം തന്നെയാണ്. അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് എന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ, കൺസിസ്റ്റൻസി എന്നത് BJPയെ സംബന്ധിച്ച് NDA സംബന്ധിച്ച് ഒരു പ്രശ്നമല്ലേ? നമുക്കറിയാം 2003 അവർക്ക് NDAയുടെ ആദ്യത്തെ MP ഇവിടെ ഉണ്ടാകുന്നത്. പിന്നീട് ഒരു MP എന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര വർഷത്തെ ഗ്യാപ്പ് അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. നിയമം പിടിച്ചു, അക്കൗണ്ട് തുറന്നു, പക്ഷേ ആ അക്കൗണ്ട് നിലനിർത്താൻ കഴിയാതെ പോയ സാഹചര്യമുണ്ട്.
പന്തളം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. പാലക്കാട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്നു. തിരുവനന്തപുരത്ത് പക്ഷേ അവർ കൺസിസ്റ്റന്റ് ആണ്. കഴിഞ്ഞ 2 ടേം അവർ പ്രതിപക്ഷത്തിരുന്നു. ഇപ്പോൾ ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ കൺസിസ്റ്റൻസി BJPയെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നമാണോ? തീർച്ചയായും കൺസിസ്റ്റൻസി വളരെ വളരെ ആഴത്തിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ കൺസിസ്റ്റൻസി സാധ്യമാകണമെങ്കിൽ ത്രഷ് ഹോൾഡ് പവർ ആകണം. BJP ഒരിക്കലും കേരളത്തിൽ ഒരു ഉമ്മറപ്പടിയിൽ, അധികാരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ എത്തി നിന്നിട്ടില്ല. അത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ചില വിജയങ്ങളുണ്ടായി. അത് 2001 IFDP കാൻഡിഡേറ്റായി PC തോമസ് വിജയിച്ചു വരുന്നു. അത് BJPയുടെ ഒരു സഖ്യകക്ഷിയാണ്. അതാണ് ആദ്യമായി കേരളത്തിൽ NDA മുന്നണി ജയിക്കുന്നത്. താമരയല്ല അവിടെ വിരിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ചിഹ്നമാണ് അവിടെ വിരിഞ്ഞത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ച ഒരു വിജയമാണ്. പക്ഷേ NDA അതെ, താമരയല്ല വിരിഞ്ഞത്, അവിടെ NDAയുടെ ഒരു MP ഉണ്ടായി. അത് ഒരു കാൽ നൂറ്റാണ്ട് മുമ്പ് സംഭവിച്ചതാണ്. അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമാണെങ്കിൽ പോലും നോക്കണം, അന്നത്തെ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലം ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെ കാര്യമായ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ്. ഇന്ന് ആ ലോക്സഭാ മണ്ഡലമില്ല. പുനഃസംഘടനയിൽ അത് മാറി മറ്റ് മണ്ഡലങ്ങളുടെ പേരിൽ ചേർക്കപ്പെട്ടു. അപ്പം അവിടെ വളരെ സാവകാശം കേരളത്തിൻ്റെ പല ഇടങ്ങളിൽ BJP വളർച്ച രേഖപ്പെടുത്തി. പക്ഷേ ആ BJPക്ക് ലഭിക്കുന്ന ഒരു 15 മുതൽ 20% വോട്ട് ഷെയർ അതിനെ സീറ്റായി മാറ്റി എടുക്കണം എങ്കിൽ അത് ത്രഷോൾഡിലല്ല. 25 എന്ന് പറയുന്നത് ഏതാണ്ട് ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുന്നു. അതിൽ നിന്നും 30ലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതൊരു 2 ഹോഴ്സ് റേസാണ്, ഒരു ബൈപോളാറിറ്റിയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. UDF LDF UDF LDF ഇത് മാറി മാറി വരുന്നു. അപ്പോൾ LDF ഗവൺമെൻറ്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സംസ്ഥാന തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി അത് UDF സംവിധാനം തന്നെയാണ്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. UDF ഭരിക്കുമ്പോൾ അത് BJP അല്ല, അത് LDF ആണ്. അപ്പോൾ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് BJPക്ക് ഒരു മൂന്നാമത്തെ കക്ഷിക്ക് ശക്തമായി രംഗത്ത് വരണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് സമാനമായി കേസുകൾ പറയാൻ സാധിക്കുന്നത് ഒരു കൃത്യം ബൈപോളാറിറ്റി അല്ലെങ്കിൽ പോലും അവിടെ ഒറീസയിൽ അത് സംഭവിച്ചു, മഹാരാഷ്ട്രയിൽ സംഭവിച്ചു. ഇവിടൊന്നും ഒന്നാം കക്ഷി ആയിരുന്നില്ല BJP. ഉത്തർപ്രദേശിൽ പോലും ഒന്നാം കക്ഷി ആയിരുന്നില്ലല്ലോ. അവിടെ ജനതാ പരിവാർ, ജനതാദളുകൾ, കോൺഗ്രസും ജനതാ പാർട്ടിയും അല്ലെങ്കിൽ ജനതാ ദളുകൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ബീഹാറിലാകട്ടെ, ഉത്തർപ്രദേശിലാകട്ടെ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിലൊക്കെ 3ാം സ്ഥാനത്ത് നിന്നുമാണ് BJP. കർണാടകത്തിൽ പോലും 3ാം സ്ഥാനത്ത് നിന്ന് പിന്നീട് വെട്ടിക്കേറി 1ാം സ്ഥാനത്തേക്ക് വരികയും ഒരിക്കൽ ഇൻകംബൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ, അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ BJPയുടെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെങ്കിലും ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് അധികാരം പിന്നെ അപൂർവമായിട്ട് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അധികാരം നഷ്ടപ്പെട്ടു ഒരിക്കൽ, അത് ശരിയാണ്. പക്ഷേ മറ്റ് ഗുജറാത്തിൽ കൺസിസ്റ്റൻ്റ്ലി അധികാരത്തിലിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് കൺസിസ്റ്റൻ്റായിട്ട് BJPക്ക് അധികാരത്തിലിരിക്കാൻ കഴിയുന്നത് ഇൻകംബൻസി അഡ്വാൻറ്റേജിനെ ഫേംലി എൻട്രൻസ് ചെയ്യാനുള്ള ഉപാധിയായി BJP മാറ്റിയെടുത്തു. കാരണം വികസന പദ്ധതികൾ അത് പൊതുവെ പ്രഖ്യാപിക്കുന്നതാണ്. പണം യഥാർത്ഥത്തിൽ നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്ന രീതിയിലുള്ള പുതിയ ഒരു രീതിശാസ്ത്രമാണ് ഇപ്പോൾ BJP വരുന്നത്. അതിൻ്റെ പേറ്റൻസി യഥാർത്ഥത്തിൽ BJPക്ക് അല്ല കേട്ടോ. അത് DMK ADMK സർക്കാരുകൾ തമിഴ്നാട്ടിൽ പരമ്പരാഗതമായി പയറ്റിയിരുന്ന ഒരു തന്ത്രമാണ്. ഇപ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് BJP ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഇടങ്ങളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയെ നിഷ്കാസനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് സമീപകാല ചരിത്രം തെളിയിക്കുന്നു. ഇനി നോക്കൂ, തിരുവനന്തപുരത്തേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച മുഴുവൻ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണത്തിലെത്തിക്കഴിഞ്ഞു. ശ്രീ VV രാജേഷ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നിർഭരമായ വാക്കുകളാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. അതേസമയം BJPയുടെ സാധ്യത ഇങ്ങനെയാണ്. വലിയ രീതിയിൽ കേന്ദ്രത്തിൽ നിന്നുമുള്ള ഫണ്ടിങ് അത് റൂട്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, സംസ്ഥാന ഗവൺമെൻറ് വഴിയാണോ മറ്റു രീതിയിലാണോ, അത് മറ്റൊരു കാര്യം. പക്ഷേ പ്രധാനമന്ത്രി 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 50 ദിവസത്തിനുള്ളിലെങ്കിലും കേരളത്തിൽ വരും. വലിയ ആഘോഷമായി വൻപൻ ഒപ്റ്റിക്സാണ് അവിടെ ഒരുങ്ങാൻ പോകുന്നത്. ഇതൊരു വലിയ ഷോക്കേസ് ചെയ്യാൻ കിട്ടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ VV രാജേഷിനും പാർട്ടിക്ക് ആകമാനവും വലുതായ രീതിയിൽ ആ പാർട്ടിയെ ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാനും തിരുവനന്തപുരത്തേക്ക് അനുവദിക്കുന്ന വൻപൻ പദ്ധതികൾ
പ്രധാനമന്ത്രി പിന്നെ നരേന്ദ്രമോദി കയ്യും വീശിയാണ് തിരുവനന്തപുരത്ത് എത്താൻ പോകുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അത് സാമാന്യ ബുദ്ധിയുള്ള ആരും കരുതുന്നില്ല. വലിയ ഒരു സമ്മാന പെരുമാൾ അല്ലെങ്കിൽ പാക്കേജ്, തിരുവനന്തപുരം പാക്കേജ് എന്ന രൂപത്തിലൊക്കെ ആ പാക്കേജ് അഴിക്കുമ്പോൾ, ആ പാക്കറ്റ് അഴിക്കുമ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. ഇത് നോക്കി കേരളത്തിലെ ജനങ്ങൾ ആകമാനം മാറി ചിന്തിക്കും എന്നാണ് BJP ധരിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായി ശരിയാക്കണമെന്നില്ല. പക്ഷേ ഒരുപാട് ഫെൻസിറ്റ് ചിന്തിക്കും. നോക്കൂ, BJPക്ക് തിരുവനന്തപുരത്തെ വോട്ടർമാർ ഒരവസരം നൽകി. നോക്കൂ ഏത് രൂപത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ തങ്ങൾക്കും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ ചെറിയൊരു വിഭാഗം കേരളീയരെങ്കിലും തയ്യാറാകും. പക്ഷേ അവിടെയും അർബൻ വോട്ടുകളാണ്. നോക്കൂ, അത്ഭുതകരമായ വളർച്ചയാണ് BJP കോഴിക്കോട് കൈവരിച്ചത്. 14 സീറ്റിലേക്കാണ് BJP കോഴിക്കോട് വളർന്നത്. അത് വലിയൊരു പ്രതീക്ഷയാണ്. കൊല്ലത്ത് കാര്യമായ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അവിടെയും ഡബിൾ ഡിജിറ്റ് 11 സീറ്റുകളാണെന്ന് തോന്നുന്നു. 11 ഡിവിഷനുകളിൽ BJP ജയിച്ചു വരുന്നു. അതുകൊണ്ട് തൃശ്ശൂർ ഈ 10-11 സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ നിന്നും 8ലേക്ക് കുറയുന്നു. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് അവിടെ മുൻതൂക്കം ലഭിച്ചത് 36ഓളം സീറ്റിലാണ്. 56 സീറ്റിൽ 35-36 സീറ്റുകളിൽ വാർഡുകളിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നു, മേൽക്കൈയുണ്ടായിരുന്നു. അത് കേവലം 8ആയി ചുരുങ്ങി എന്നത് അതും BJP കണ്ടു തുറപ്പിക്കേണ്ടതാണ്. പൊതുവെ തൃശ്ശൂർ മാറ്റി നിർത്തിയാൽ പൊതുവെ അർബൻ മേഖലകളിൽ BJP പറയുന്ന വികസന രാഷ്ട്രീയം അത് കുറേയൊക്കെ ഏശുന്നുണ്ട് എന്ന് കരുതണം. പക്ഷേ കേരളം പിടിക്കണമെങ്കിൽ അത് മാത്രം പോരാ എന്ന് രേണുക നമുക്ക് മനസ്സിലാക്കണം. റൂറൽ കേരള അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷൻ സംവിധാനം വേണം, വൈകാരികമായൊരു വിഷയം വേണം. 2019 സംഭവിച്ചത് ശബരിമല ആചാര സംരക്ഷണ അത് BJP ഏതാണ്ട് സിംഗുലർലി അതിൻ്റെ കുന്തമുനയായി മാറി. ശബരിമല ആ ഒരു പ്രക്ഷോഭത്തിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ വോട്ട് ഷെയർ വലിയ തോതിൽ ഉയർത്താൻ കഴിഞ്ഞത് 2019 അപ്പോൾ ആ നേട്ടം പിന്നീട് കൈവരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഉണ്ടായത് 2024 പ്രത്യേക സാഹചര്യത്തിൽ 2024 ഏതാണ് സമാനമായ നേട്ടം BJPക്ക് ലോക്സഭയിൽ കൈവരിക്കാനായി. പക്ഷേ ഒരിക്കൽ പോലും സംസ്ഥാന നിയമസഭയിലും അല്ലെങ്കിൽ തദ്ദേശ ഭരണത്തിലും ഒരു 15 എന്ന് പറയുന്ന ഒരു ത്രഷോൾഡൊന്നും കടന്നു പോകാനായിട്ടില്ല. 15 എന്ന് പറയുന്നത് ഒരിക്കലും ഉമ്മറപ്പടിയിൽ എത്തിയിട്ടില്ല. അത് 24-25% തന്നെയാണ് ഉമ്മറപ്പടി. അവിടെ BJPക്ക് ഏറെ ഗൃഹപാഠം ചെയ്യേണ്ടതുണ്ട്. തിരുവനന്തപുരം ഷോക്കേസ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കും എന്നായിരിക്കണം BJPയുടെ പ്ലാൻ. തീർച്ചയായും ഇവിടെ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനമന്ത്രിയുടെ വരവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ചതായിരിക്കാം എന്നതാണ് കരുതുന്നത്. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിൻ്റെ വികസന ആസൂത്രണം നടക്കും എന്നതാണ് VV രാജേഷ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഭരണം അതിൻ്റെ സ്വാധീനം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തെ തങ്ങളുടെ ശക്തി കേന്ദ്രമാക്കി നിലനിർത്താനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാക്കും. അതായിരിക്കും കേരളത്തിനുള്ള മെസ്സേജായി മാറാൻ പോകുന്നതും. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നോക്കൂ, കേരളം ലക്ഷ്യമിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ദീർഘകാല ലക്ഷ്യമാണ്. അതിനപ്പുറം അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് BJPയും NDAയും ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്തെ തന്നെ സംബന്ധിച്ച് നോക്കൂ, ഇപ്പോൾ അവരുടെ ടോട്ടൽ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 14.71% ഒതുങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും തിരുവനന്തപുരത്ത് അത് 20% മുകളിലാണ് എന്നൊരു സാഹചര്യം നമ്മൾ ഓർക്കണം. കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന 4 മുതൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് വലിയ മേൽക്കൈയുണ്ട്. അതിൽ 1, 2, 3 പിടിച്ചാൽ പോലും അവരെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവരുടേതാക്കി മാറ്റാൻ അവർക്ക് കഴിയും. അത് കേരളത്തിൻ്റെ വലിയൊരു മാറ്റവുമാകും. അപ്പോൾ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരിക്കും ഈ മേയർ പദവി കൊണ്ട് BJP ലക്ഷ്യമിടുന്നത്. അതിൽ പ്രധാനമന്ത്രിയുടെ വരവുൾപ്പെടെ വളരെ നിർണായകമാകും. ചില വോട്ട് മറിക്കലുകൾ, അതായത് ഘടകകക്ഷികൾ മത്സരിച്ച ഇടങ്ങളിൽ BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ മറ്റ് പല പക്ഷത്തേക്കും പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതൊരു നിർണായക സാഹചര്യമായിരിക്കില്ലേ? അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിന് ഈ നഗരസഭാ ഭരണം അവർക്ക് അനുയോജ്യമായാൽ അത് 2 മുന്നണികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പായി മാറില്ലേ? ഉറപ്പായി. പക്ഷേ ഇപ്പോ തിരുവനന്തപുരത്ത് അവിടെ പ്രധാനമന്ത്രി വന്ന് നഗരവകുപ്പുമായി സംസാരിച്ച് വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നിരിക്കട്ടെ, നല്ല കാര്യമാണ്, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷെ നോക്കൂ, BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ നഗരങ്ങളിലേക്ക് എത്തപ്പെടുകയുള്ളൂ എന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടി അതിനുണ്ട്. അത് ഉത്തരേന്ത്യയിൽ അങ്ങനെ ചെയ്താൽ അത് വായിക്കപ്പെടില്ല. ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ, ആ തരത്തിൽ അത് വായിക്കപ്പെടില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ജനത
കുറച്ചുകൂടി പൊളിറ്റിക്കലി ലിറ്ററേറ്റഡ് ആണ്. അപ്പോ പ്രധാനമന്ത്രി വന്നിട്ട് വൻകിട പദ്ധതികൾ, ഈ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നിട്ട് തന്റെ ബാഗിൽ നിന്ന് വാരി വിതർന്ന സമ്മാനങ്ങൾ വാരി വിതർന്നത് പോലെ അവിടെ വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കി പോയാൽ അത് കേരളത്തിലെ ജനതയെ അത്ര കണ്ടങ്ങ് സ്വാധീനിക്കുമോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം അത് ഇങ്ങനെ കൂടി റീഡ് ചെയ്യപ്പെടും. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് മറിച്ച് ചിന്തിക്കാൻ ആർജവമുള്ള, പൊളിറ്റിക്കൽ കൺസൈൻസ്നെസ് ഉള്ള ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ കൂടുതലായും BJP എല്ലാ കാലത്തും സഹായിക്കുന്നത് അർബൻ വോട്ടുകൾ തന്നെയാണ്. അതിപ്പോ കർണാടക എടുത്താൽ, അല്ലെങ്കിൽ ഗുജറാത്ത് എടുത്താൽ, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് എടുത്താൽ പോലും BJPയുടെ വോട്ട് ഷെയർ എല്ലാ കാലത്തും അർബൻ മേഖലയിൽ നിന്നാണ്. ഗ്രാമങ്ങളിലാണ് കോൺഗ്രസിന്റെ വോട്ട് എല്ലാ കാലത്തും ഉള്ളത്. അത് കഴിഞ്ഞ കാലങ്ങളിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ, പർട്ടിക്കുലർലി എടുത്താൽ കർണാടക തെരഞ്ഞെടുപ്പ് എടുത്താൽ നമുക്കത് മനസ്സിലാവും. കർണാടകയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് മുമ്പോട്ട് വന്നത്, തെലങ്കാനയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വോട്ട് ഷെയർ കിട്ടുന്നത് ഗ്രാമങ്ങളിൽ നിന്നാണ്. റൂറൽ പ്ലേസസിൽ, അർബൻ പ്ലേസസിൽ എപ്പോഴും ലീഡ് ചെയ്യുന്നത് BJP ആണ്. അതിവിടെയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അർബൻ മേഖലയിൽ നിന്ന് ഈ വോട്ട് ഷെയർ അവർക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ ഒരു റീഡിംഗ്, BJP തിരുവനന്തപുരത്ത് അധികാരത്തിൽ വന്നു എന്നതിന്റെ ഏറ്റവും വലിയ കാരണം അറിഞ്ഞാണ് എന്ന് ഞാൻ പറയുമ്പോഴും, ഇനി അറിയാതെയാണ് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്താൽ പോലും, അത് CPM-ന്റെ അവിടുത്തെ ഭരണമാണ്. ആ ഭരണം അത്ര കണ്ട് മടുത്തത് കൊണ്ടും അവിടെ ഒരു വലിയ പ്രായം കുറഞ്ഞൊരു യുവതി, ആ യുവതി മേയറായി വന്നപ്പോ ഞാനടങ്ങുന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം LDF എന്നതിനപ്പുറത്ത് നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവരെ ആദ്യഘട്ടത്തിൽ കാണുന്നത്. കാരണം യുവജന രാഷ്ട്രീയ നേതാക്കൾ, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർ കീ പോയിന്റുകളിലേക്ക് വരുന്നതിനെ വലിയ ആവേശത്തോടു കൂടി വിവക്ഷിക്കുന്ന ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകരാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അവർ വന്നതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് അയ്യര് കളിയായിരുന്നു, അബദ്ധങ്ങളുടെ തീർച്ചയായും വസന്ത്, അത് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. നോക്കൂ, ആ ഭരണവിരുദ്ധ വികാരം അത് BJPക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവർക്ക് തൊട്ടുകൂടായ്മയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങൾക്കായി എങ്കിലും BJPയോട്, NDAയോട് തൊട്ടുകൂടായ്മയില്ല എന്നത് വ്യക്തമായിരിക്കുകയാണ്. മാറ്റത്തിന്, UDF-ന്റെയും LDF-ന്റെയും ദുഷിച്ച ഭരണത്തിൽ മാറ്റത്തിന്റെ ഐക്യനായി BJPയെ ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്നതാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചത്. അപ്പോൾ അവർക്കൊരു മാറ്റത്തിന് ചോയ്സ് നൽകാൻ തൊട്ടുകൂടായ്മയില്ല BJP എന്ന് തെളിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇവിടെ സംസ്ഥാനത്ത് തുടർ ഭരണമുണ്ടല്ലോ, അതിനെതിരെയും വികാരമുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു മാറ്റം അവർക്ക് ആവശ്യമായി വന്നാൽ അവർക്ക് വേണമെങ്കിൽ BJPയിലേക്ക് ഒരു ഒറ്റയടിക്ക് പോകുന്നു എന്നതല്ല, ഒറ്റയടിക്കുള്ള ഒരു ഷിഫ്റ്റ് എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അതൊരു ചോയ്സ് ആക്കാം എന്ന് ഈ ഉദാഹരണം കൊണ്ട് ഒരു പക്ഷേ അവർക്ക് തോന്നിയാൽ അവരെ, അല്ല അങ്ങനെ തോന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം നോക്കൂ, കോർപ്പറേഷൻ ഭരണം നിങ്ങൾക്ക് കിട്ടിയ രണ്ടിടത്ത്, കൊച്ചിയിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ നേതാവ് തന്നെ വന്ന് മൈക്കിന് മുന്നിൽ പറയുന്നത് എന്താണെന്ന് നമ്മൾ കേട്ടു. ഇന്ന് തൃശ്ശൂരിൽ എന്താ സംഭവിച്ചേ? നിങ്ങളുടെ നേതാവ് വന്ന് പറയുന്നു, പെട്ടിയുമായി AICC നേതാക്കളെ കണ്ടവർക്കാണ് അവിടെ മേയർ സ്ഥാനം കിട്ടിയതെന്ന്. ഭരണം കണ്ട് നിങ്ങളെ ചോയ്സായി തെരഞ്ഞെടുത്തവർ ഇത് കേൾക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറഞ്ഞ കാര്യം, അതായത് ഈ പൊളിറ്റിക്കൽ വോട്ട് BJPക്ക് അനുകൂലമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറി. അത് നിയമസഭയിൽ മാറില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ഐത്തമില്ല, തൊട്ടുകൂടായ്മയില്ല എന്നാണ് അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാൻ തിരിച്ചറിയാൻ ചോദിക്കട്ടെ, ജില്ലാ പഞ്ചായത്തിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചത് BJPക്കാരായിരുന്നില്ലേ NDAയിൽ? എന്താ അവിടുത്തെ വോട്ടർമാർക്ക് ആദ്യത്തെ മെഷീനിൽ പോയി ഞെക്കുമ്പോൾ തൊട്ടുകൂടായ്മ ഇല്ലാതാവുകയും തൊട്ടപ്പുറത്തും അതിന്റെ അപ്പുറത്തുമുള്ള മെഷീനുകളിലേക്ക് പോയപ്പോ ഈ ഐത്തം കടന്നുകൂടുകയും ചെയ്തു എന്നാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? നോക്കൂ, ഞാൻ പറഞ്ഞതാണ് അവിടുത്തെ വളരെ ക്ലിയർ ആയ പൊളിറ്റിക്കൽ റീഡിംഗ്. അതായത് അവിടെ ഈ ആന്റി ഇൻകംബൻസി വോട്ടുകൾ സെക്കൻഡ് പൊസിഷനിലുള്ള പാർട്ടിയിലേക്ക് മാറി. അത് അങ്ങനെയേ മാറുകയുള്ളൂ. കാരണം ഇപ്പോ രേണു അങ്ങനെയൊന്നും ഇല്ല. ശബരിനാഥനെ പോലെ ഒരു നേതാവിനെ നിർത്തി, നിങ്ങൾ മുരളീധരനെ പോലെ ഒരു നേതാവിനെ മുൻനിർത്തി ആസൂത്രണം ചെയ്തതാണ്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ്. വളരെ ആസൂത്രിതമായിട്ടും വളരെ സജീവമായിട്ടും നിങ്ങൾ പ്രചരണ രംഗത്തുണ്ടായിരുന്നതാണ്. കേരളം മാറി മാറി ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയെ അങ്ങനെ ഒരു മൂന്നാമത്തെ പാർട്ടിയായി, ഒരു സാധ്യതയും ഇല്ലാത്ത പാർട്ടിയായി ജനം എഴുതി തള്ളിയെങ്കിൽ അതിന്റെ കാരണം എന്ത് എന്ന് കൂടി വസന്ത്, കോൺഗ്രസ് പ്രതിനിധിയായിരിക്കുന്ന വസന്ത് പറയണം. അത്രയും സാധ്യതയില്ലാത്ത ഒരു പാർട്ടിയായി തിരുവനന്തപുരത്ത് നിങ്ങൾ മാറിയെന്ന് താങ്കൾ തന്നെ എന്തോ അഭിമാനം പോലെ വിളിച്ചു പറയുകയാണ്. അല്ല, പറയാലോ, ഞാൻ അഭിമാനം പോലെയല്ല പറഞ്ഞത്. ഞങ്ങളുടെ മുന്നേറ്റം അവിടെ രേണു കണ്ടില്ലേ? ഞങ്ങളുടെ മുന്നേറ്റം കണ്ടില്ലേ? ഞങ്ങൾ എത്ര നമ്പറിൽ നിന്നാണ് ഇപ്പോഴുള്ള നമ്പറിലേക്ക് എത്തിയത്? അത് ഞങ്ങൾ വളരെ ചടുലമായി സംഘടനാ പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടാണ്. അടുത്ത തവണ അവിടെ കോർപ്പറേഷൻ UDF ആയിരിക്കും.
കോൺഗ്രസ് ഭരിക്കും, കോൺഗ്രസിന്റെ മേയറായിരിക്കും ഉണ്ടാവുക. ഇനി രേണു അത് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരം കൂടി പറയാം. അതായത് ഞാൻ പറഞ്ഞത് അവിടെ 3-ാം സ്ഥാനത്ത് ഞങ്ങൾ ആയി എന്നുള്ളതല്ല, അവിടെ ഒരു തരത്തിലും LDF വരരുത് എന്ന് അവിടുത്തെ ജനത ചിന്തിച്ചു. അപ്പോ അവിടെ ഏറ്റവും കൂടുതൽ ഞാനവിടെ പ്രസംഗിക്കാനടക്കം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ ഒരു കാര്യം പറയാം, അവിടെ ഈ BJPയുടെ ഒന്നാമത്തെ മുദ്രാവാക്യം UDF വോട്ട് ചെയ്താൽ LDF ജയിക്കുമെന്നുള്ളതായിരുന്നു. അങ്ങനെ പറഞ്ഞ ജനങ്ങളെ അവരവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന പാർട്ടി കഴിഞ്ഞ 2 തവണയും അവിടെ പ്രതിപക്ഷത്താരായിരുന്നു, കോർപ്പറേഷനിൽ BJP തന്നെ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ആ രണ്ടാമത് നിൽക്കുന്ന പാർട്ടിക്ക് ജനം വോട്ട് ചെയ്തു. അത് ആന്റി ഇൻകൺവെൻസി വോട്ടിന്റെ ഒരു ക്രോഡീകരണമാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ജില്ലാ പഞ്ചായത്തിൽ എന്താണെന്നേ ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റാതെ പോയത്? ജില്ലാ പഞ്ചായത്തിൽ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മുന്നേറ്റം ഉണ്ടായില്ല? അപ്പോ അത് തന്നെയാണ് നിയമസഭയുടെയും പാറ്റേൺ. ഞാൻ ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുകയാണല്ലോ ചെയ്തത് LDF. അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കേണൽ ഡിന്നി. അല്ലല്ല, അവിടെ ഞങ്ങൾക്ക് സീറ്റുകൾ വർദ്ധിച്ചു. അതെന്താ അങ്ങ് കാണാത്തത്? അവിടെ ഒരു ക്ലിയർ കട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നിടത്ത് നിന്ന് പേരിന് മാത്രം ഒരു മെജോറിറ്റിയിലാണ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് LDF. അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ലല്ലോ. രേണു അതെന്ത് റീഡിംഗ് അറിയണു? ആന്റി ഇൻകംബൻസി ഉണ്ടാകുന്നതല്ലേ അവിടെ സീറ്റ് കുറയുന്നത്? ഞങ്ങൾ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ഭരണത്തിലേക്ക് വന്നു. കോട്ടയത്തൊക്കെ മാണി കോൺഗ്രസ് ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ആരുടെയും പിന്തുണയില്ലാതെ ഭരിക്കാൻ പറ്റുന്നുണ്ട്. ശരി, ഞാൻ അതൊന്നും കുറച്ച് കണ്ടില്ല. വന്നതിന് ശേഷമുള്ള 2 സാഹചര്യങ്ങൾ, അത് തൃശ്ശൂരിലെ ആയാലും കൊച്ചിയിലെ ആയാലും ഞാൻ ചൂണ്ടിക്കാട്ടി. താങ്കൾ അതിനെ പോയിന്റ് ഔട്ട് ചെയ്തതുമില്ല. നമ്മുടെ ഈ ചർച്ചകളിൽ നിന്ന് ഇറങ്ങിപ്പോയ BB രാജേഷ് ശ്രീലേഖയുടെ വീട്ടിലേക്കാണ് പോയേക്കുന്നത്. ചേച്ചി പിണങ്ങൽ കേട്ടോ എന്ന് പറയാൻ വേണ്ടി. എന്തായാലും കോഴ ആരോപണമില്ലല്ലോ. കോഴ ആരോപണം അത്ര ഗൗരവപ്പെട്ടതല്ല എന്നാണ് താങ്കൾ കാണുന്നത്. AICC അംഗങ്ങൾക്ക് പെട്ടിയിൽ കാശ് കൊണ്ട് കൊടുത്ത് മേയർ സ്ഥാനം നേടിയെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, നിങ്ങളുടെ നേതാവാണ്. അവിടെ നടപടിയെടുത്താൽ ഇനിയും കാര്യങ്ങൾ പറയുന്നും പറഞ്ഞിട്ടുണ്ട്. നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ നേതൃത്വത്തിന് എനിക്ക് അറിയില്ല. നിങ്ങൾ AICC നേതാവിന് പണം കൊടുത്ത് മേയർ സ്ഥാനം വാങ്ങുന്നതാണോ നിങ്ങളുടെ പാർട്ടിയിലെ സെറ്റപ്പ് എന്ന് താങ്കൾ വിശദീകരിച്ചാൽ മതി. ഓക്കെ, കേണൽ ഡിന്നിയിലേക്ക് പോയാൽ അതായത് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആരെങ്കിലും അല്ല പറഞ്ഞത്, നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയായി അവിടെ ഏറ്റവും പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ് പറഞ്ഞത്. എന്റെ ടേക്ക് കേട്ടിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞ് ഇടപെട്ടോ. അതായത് ഞാൻ പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. കേൾക്കുന്നേ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു സ്ഥാനം മോഹിച്ച് ആൾക്ക് കിട്ടാതെ പറഞ്ഞാൽ എതിരഭിപ്രായം ഉണ്ടാവും. പക്ഷെ ആ എതിരഭിപ്രായം പറയേണ്ടതിന് ഒരു മാന്യത ഉണ്ട്. അത് പരിധി വിട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ നടപടിയെടുക്കാൻ ഞങ്ങളുടെ മറ്റേ ഇന്ദിരാഭവനിൽ സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കുന്ന ഇന്നോവ ഇല്ല. ഞങ്ങൾ അങ്ങനെ നടപടി എടുക്കുന്നവരല്ല. പാർട്ടി പഠിക്കും, അവരെ കൂടി കേൾക്കും, അതിനുശേഷം നടപടി ഉണ്ടാവും. ശരി, ശ്രീ കേണൽ ഡിന്നി, നോക്കൂ, ഇവിടെ ഇപ്പോൾ തൃശ്ശൂര് ലൂർദ് ബാധയെ കണ്ട് കിരീടം നേർന്നുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ പ്രചരണം തുടങ്ങിയത്. അവിടെ വിജയിച്ചു കയറുന്നത് നമ്മൾ കണ്ടു. ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാണ്. അവിടെ ആ ക്രിസ്ത്യൻ സമൂഹവും നിങ്ങൾക്കൊപ്പം നിന്നു. അതിൻ്റേതായിരുന്നു തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷേ ഇന്നലത്തെ ക്രിസ്മസ് കേരളത്തിൽ കടന്നുപോയത് എങ്ങനെയാണ് എന്ന് താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ. മതമേലധ്യക്ഷന്മാർക്ക് അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകുന്ന ആ വേളയിൽ പറയേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനം തൃശ്ശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയും ചെയ്തു. തിരുവനന്തപുരം ഒരു ലോട്ടറിയാണ്. അതിനപ്പുറം കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് വളരെ പ്രബുദ്ധരാണ്. അവർ മതനിരപേക്ഷ സമൂഹം ആഗ്രഹിക്കുന്നവരാണ്. അത് നിലനിന്ന് പോകണമെന്ന് കാണുന്നവരാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ നിങ്ങൾ ഔട്ട്റീച്ച് ഒക്കെ സംഘടിപ്പിച്ചിട്ട് പിന്നീട് ഔട്ട്റീച്ച് തന്നെ വേണ്ടാന്ന് വെക്കുന്ന, അത് ഫലം കാണാതെ പോകുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനുമേൽ കൂടുതൽ മനക്കോട്ട വേണമോ ആ സാഹചര്യത്തിൽ? നോക്കൂ മാഡം, നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു പ്ലാനോട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് മനസ്സിലാക്കിയവർക്ക് നന്നായിട്ട് അറിയാം. അതൊരു 1 വർഷമോ 2 വർഷമോ 10 വർഷമോ അല്ല, നമ്മളൊരു ലോങ് ടേം പ്ലാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു അധികാരത്തിലേക്ക് വന്നത്. കേന്ദ്ര ഗവൺമെന്റിലായാലും ശരി, മറ്റ് സംസ്ഥാനങ്ങളായാലും ശരി. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം അധികാരത്തിലേക്ക് എങ്ങനെയും എത്തുക എന്നുള്ളതല്ല. അത് പതുക്കെ ഇൻക്രിമെന്റൽ ആയിട്ട് മാത്രമേ, അത് ഓർഗാനിക് ആയിട്ട് മാത്രമേ ഗ്രോ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ ഒരിക്കൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആ പെർഫോമൻസ് അത് ആരാണ് വിലയിരുത്തുന്നത്? സാധാരണ ജനങ്ങളാണ്. ആ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ അതിന് പിന്നീട് മാറ്റം വരാതെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ
നമുക്ക് നല്ല രീതിയിലുള്ള തെറ്റിദ്ധാരണ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അടിച്ചുവിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കണം, ഈ ഇലക്ഷൻ സമയത്ത്, ഈ ക്രിസ്മസ് സമയത്ത്, ഇനി വരുന്ന അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇതേപോലത്തെ കുറെ ഇഷ്യൂസ് വരും. അത് കഴിഞ്ഞാൽ പിന്നീട് കുറെ നാൾ ഒന്നും കാണത്തില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ, കരോൾ സംഘങ്ങൾക്ക് നേരെയും കേക്ക് ഉണ്ടാക്കുന്നവർക്ക് നേരെയും അതിന്റെ സാധനങ്ങൾ വിൽക്കുന്നവർക്ക് നേരെ ആക്രമണം ആ ക്രിസ്മസ് സീസണിലാണ് നടക്കുന്നത്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ആ സമയത്ത് ചർച്ചയാകുന്നു. ക്രിസ്മസ് ഇല്ലാത്തപ്പോ സാന്താക്ലോസിനൊന്നും ചെയ്യാൻ പറ്റില്ല, സാന്താക്ലോസിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. ഒരു കാരണത്താലും ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ ആരും തന്നെ ന്യായീകരിക്കാനോ അതിനു വേണ്ടി വാദിക്കാനോ ഇല്ല. ഇത് നടക്കുന്നത് ശരിയല്ല എന്നാണ് എല്ലാവരും, ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദി ആയാലും ശരി, രാജീവ് ചന്ദ്രശേഖർജി ആയാലും ഞാനായാലും ശരി, നമ്മളെല്ലാവരും പറയുന്ന ഒറ്റ കാര്യം ഇത് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇതിന്റെ ഒരു മറുവശം എന്ന് വെച്ചാൽ ഇപ്പൊ ഛത്തീസ്ഗഡ്, ഡൽഹി, UP എവിടെ നടന്നാലും അത് നേരെ BJPയുടെ തലയിൽ കൊണ്ട് വെക്കുന്നത് അത് തെറ്റാണ് എന്നുള്ളതാണ് പറഞ്ഞത്. സംഘപരിവാർ സംഘടനകളാണ് നടത്തുന്നത്, ആരെങ്കിലും അല്ല. BJP നേതാക്കൾ വരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത് മനുഷ്യരാണ്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ഇപ്പം ഈ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഇപ്പം ശ്രീമതി രേണുക കാണിക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്നത്. ഇന്ന് ചർച്ച നടക്കുന്നത് തിരുവനന്തപുരത്തിലെ NDA കുറിച്ചും BJP കുറിച്ചുമാണ്. പക്ഷെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ക്രിസ്മസും അക്രമവും ഛത്തീസ്ഗഡും BJPയും അങ്ങോട്ടാണ്. ഇന്നലെ ക്രിസ്മസ് ആഘോഷിച്ച വ്യക്തിയായിരിക്കുമല്ലോ. കേരളത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നവർ കേരളത്തിൽ നടക്കുന്നതും തിരുവനന്തപുരത്ത് നടക്കുന്നതും മാത്രമേ അറിയാവൂ. അത് മാത്രം പറഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, ലോകത്ത് എവിടെ എന്ത് നടന്നാലും അറിയുന്നവരാണ്, കണ്ണു തുറന്ന് കാണുന്നവരാണ്, വിലയിരുത്തുന്നവരാണ്. അവരത് വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവരാണ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് മാത്രം നോക്കി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ലെന്നേ. നിങ്ങൾ മാത്രം സംസാരിച്ചോളൂ. നിങ്ങൾക്ക് മാത്രം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ മാത്രം സംസാരിച്ചോളൂ. നിങ്ങൾക്ക് വൺ വേ സ്ട്രീറ്റ് ആണെങ്കിൽ യു ക്യാൻ ക്യാരി ഓൺ. ഞാൻ മിണ്ടാതിരിക്കാം. അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ എന്റെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു കേരളം പ്രബുദ്ധരാണ്, കേരളത്തിലെ മനുഷ്യർ പ്രബുദ്ധരാണെന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. അവിടെയാണ് താങ്കൾ പറയുന്നത് ഇവിടെ ഇവിടുത്തെ കാര്യം സംസാരിക്കുമ്പോൾ എന്തിനാണ് ഛത്തീസ്ഗഡിലെ കാര്യം പറയുന്നതെന്ന്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ താങ്കൾ പറഞ്ഞ ആ ലോജിക്കില്ലായ്മ ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നെ. ഇല്ല, ലോജിക്കില്ലായ്മ നിങ്ങൾ പറയുന്നതാണ് ലോജിക്കില്ലായ്മ. ഇന്ന് ഒരു ഡിബേറ്റ് നടത്തുമ്പം ട്രിവാൻഡ്രം കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കൊണ്ടുപോകും. അത് നിങ്ങളുടെ രാഷ്ട്രീയം അജണ്ട. നിങ്ങളുടെ ആ കളേർഡ് ആയിട്ടുള്ള ലെൻസ് ഇട്ടുകൊണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിലെ പേരിലാണ് ഇത്രയും ഞങ്ങൾ പിടിച്ചോണ്ട് വന്ന് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പോലും ഇതേപോലുള്ള നിരന്തരമായിട്ട് BJPയെ നെഗറ്റീവായിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം മേയറായിട്ട് ഡെപ്യൂട്ടി മേയറായിട്ട് വന്നത്. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നതിന് വിപരീതമായിട്ട് നിന്നുകൊണ്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതല്ല, രാജ്യത്തെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതാണ് കേരളവും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, ചർച്ച ചെയ്തത്. അത് മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തില്ലെങ്കിലും ഇപ്പോൾ ആ വിവരങ്ങൾ തേടുന്നതിന് ജനങ്ങൾക്ക് മറ്റു മാർഗങ്ങളുണ്ട്. ആർക്കും ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് എന്നെങ്കിലും BJP പ്രതിനിധിക്ക് മനസ്സിലാകുമല്ലോ. മാധ്യമങ്ങൾ ഇതൊക്കെ ഏതെങ്കിലും ചില മാധ്യമങ്ങൾ ഒളിച്ചു വെച്ചാൽ പോലും ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തും. എല്ലാം വിലയിരുത്തും മലയാളികൾ. മോഹൻ വർഗീസ്, അഹമ്മദാബാദ് ഒരു ഉദാഹരണം പറയുമ്പോ അഹമ്മദാബാദിൽ അയോധ്യ രാമക്ഷേത്രം വരെ 1987 പ്രചരണ വിഷയമായിരുന്നു. അയോധ്യ വരെ പ്രചരണ വിഷയമാക്കിയാണ് അഹമ്മദാബാദിൽ അധികാരത്തിലേക്ക് വരുന്നത്. നോക്കൂ, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് വികസനത്തിലേക്ക് വഴിമാറുകയാണ്. മറ്റു വിഷയങ്ങൾ കേരളത്തിൽ പച്ചപിടിക്കില്ല എന്ന ബോധ്യം BJPക്ക് തന്നെ വന്നതാണോ ഈ വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിലേക്ക് അവരെ എത്തിക്കുന്നത്? BJP വരണ്ടെന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ നിങ്ങൾക്കുള്ളൂ, അതല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങളുടെ കളേർഡ് വിഷനിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് പ്രൊപ്പഗാൻഡ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ കുഴപ്പം. അതാണ് കുഴപ്പം. രേണുക, ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്താണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? കേരളം ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. ഈ ഗുജറാത്തിലെ ഒരു സാമൂഹ്യ സാഹചര്യമല്ല കേരളത്തിലുള്ളത്. ഇവിടെ മതന്യൂനപക്ഷങ്ങൾ വലിയൊരു നമ്പറുണ്ട്. 26% വരുന്ന മുസ്ലിം പോപ്പുലേഷൻ, ഏതാണ്ട് 18% നിൽക്കുന്ന ക്രിസ്ത്യൻ പോപ്പുലേഷൻ. അപ്പോൾ ഹിന്ദു പോപ്പുലേഷൻ ഒരു മെജോറിറ്റി ആണെങ്കിൽ പോലും അതൊരു സൈസബിൾ മെജോറിറ്റി എന്ന് പറയാനാവില്ല. അതുകൊണ്ടൊരു ഹൈന്ദവ ഒരു റെറ്ററിക്കിൽ നിന്നുകൊണ്ട് മാത്രം വടക്കേ ഇന്ത്യയിലെ ഒരു മോഡലിൽ പറയാനാവില്ല. ഇവിടെ
വികസനം പറയേണ്ടതുണ്ട്. അത് കൃത്യമായി വികസന രാഷ്ട്രീയം ചർച്ച ചെയ്തു. വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായി ലഭിച്ച ഒരു വോട്ട് കൂടിയാണ് BJP കോർപ്പറേഷൻ ലഭിച്ചത്. അപ്പോൾ വിജയത്തെ വിജയമായി തന്നെ നമ്മൾ കാണണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച ഇംപ്രൂവ്ഡ് പെർഫോമൻസ് BJP ഉയർത്തിയ വികസന രാഷ്ട്രീയമാണ്. അവിടെ നിന്ന് കാര്യമായ ഒരു ന്യൂനപക്ഷം. തൃശ്ശൂർ വേണമെങ്കിൽ പറയാം, സുരേഷ് ഗോപി ഒരു കിരീടം പിന്നെ ലൂർദ് മാതാവിന് ചാർത്തി എന്നൊക്കെ പറയാം. അതൊക്കെ ചെറിയ സംഭവങ്ങളാണ്. അതൊക്കെ അതിൻ്റെ ഒരു ലോക്കൽ ഇഫക്റ്റിൽ എടുത്താൽ മതി. പക്ഷെ അവിടെ ഒരു വികസനം തീർച്ചയായും കേരളത്തിലെ BJP ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ നോക്കൂ, ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇപ്പോൾ കേണൽ ഡിന്നിയുമായി വളരെ ചൂടേറിയ ഒരു വാദം ഇല്ലേ, ഇത് വാദം പിന്നെ നടന്നത് ഇവിടെ. അത് ഞാൻ കുറച്ചുകൂടെ ഒരു ക്ലാരിഫൈ ചെയ്യുകയാണ്. ഞാനൊരു ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന ഒരാളാണ്. ഞാൻ വർഷങ്ങളായി ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ അടുത്ത് നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൾ ഇന്ത്യ തലത്തിൽ ക്രിസ്മസ് കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. അതേസമയം തന്നെ ഈ വീഡിയോ വലിയ രീതിയിലുള്ള ഒരു വീഡിയോ, കാരണം എല്ലാ മൊബൈൽ പെനിട്രേഷൻ വളരെ കൂടുതലാണല്ലോ. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്നും വാജ്പേയി ആഘോഷം മതിയെന്നും പറഞ്ഞത് അവിടുത്തെ സർക്കാരാണ്. അതായത് ഗവൺമെന്റുകളുടെ ഓർഡറാണ്. ആക്രമണങ്ങൾ വിട്ടേക്കു. BJP ഭരിക്കുന്ന ഗവൺമെന്റ് ഓർഡറുകൾ ക്രിസ്മസ് ആഘോഷത്തിനെതിരായി ഈ സർക്കാരിന്റെ ഭാഗത്ത്. ക്രിസ്മസ് ആഘോഷം പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നോ വ്യക്തികളുടെ ഭാഗത്തു നിന്നോ നടക്കുന്ന ആക്രമണങ്ങൾ ഹൈന്ദവ BJP എന്ന പാർട്ടി നേരിട്ടല്ല, ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്ന ഇങ്ങനെയുള്ള സംഘടനകളുടെ ഭാഗത്ത് വ്യക്തികളുടെ ഭാഗത്ത് ആ ആക്രമണങ്ങളെ അപലപിക്കാനും ഈ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കാനും BJPക്ക് ഭരണമുള്ളിടത്തെങ്കിലും കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും BJP അതിന്റെ റാമിഫിക്കേഷൻസ് ഇങ്ങകലെ കേരളത്തിലായിരിക്കണം BJP അനുഭവിക്കുന്നത്. ജനങ്ങളെല്ലാം കണ്ടായിരിക്കും വോട്ട് ചെയ്യുക. കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ വികസനമാണ് BJP പ്രധാന അജണ്ടയാക്കിയിരിക്കുന്നത്. മറ്റ് അജണ്ടകൾ ക്ലച്ച് പിടിക്കില്ല എന്ന ബോധ്യത്തിൽ കൂടിയാണ് വികസനത്തിലേക്കുള്ള ചുവടുമാറ്റം. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവ് കാക്കുന്നു. പ്രധാനമന്ത്രി കേരളത്തിനായി എന്തൊക്കെ തരുന്നു, തിരുവനന്തപുരത്തിനായി എന്തൊക്കെ തരുന്നു എന്നത് വളരെ നിർണായകവുമാവും. ഇന്ന് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, കേരളം പിടിക്കുമെന്ന BJP നേതാക്കളുടെ അവകാശവാദം നടക്കുമോ എന്നതാണ്. 46% പേർ അതെ എന്ന് പറയുന്നു. അല്ല എന്ന് പറയുന്നത് 51% പേരാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.